ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ രാവിലെ ടൈമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമായ ഉപ്പും കൂടെ ഞാൻ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മൾ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഇതേപോലെ ഒഴിച്ചുണ്ടാക്കാവുന്ന ഒരു നല്ലൊരു പറാത്ത റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടർ ഇതേപോലെ ഒരു 1/4 ബൗൾ ബട്ടർ ഇതേപോലെ ചൂടാക്കി അതും കൂടെ മാവിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി മാവ് കുഴയ്ക്കും പരത്തും ഒന്നും വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കി പറാത്ത ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടോട് കൂടി വേണം കേട്ടോ പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. രാവിലെ മാത്രമല്ല, നമുക്ക് രാത്രിക്ക് വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. അത്ര നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എപ്പോഴും ദോശ ഇഡ്ഡലി എന്ന് കഴിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. വളരെ സിമ്പിളായിട്ട് അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാണ്ട് നമുക്കുണ്ടാക്കാം കേട്ടോ ഇതേപോലെ ഒരു റെസിപ്പി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വെളുത്തുള്ളിയാണ് കേട്ടോ, വെളുത്തുള്ളി ഇതേപോലെ ചതച്ച് അതും കൂടെ അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് നമ്മുടെ മാവൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഇത് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഇതേപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാവ് ഒഴിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ കുഴക്കാണ്ടേ പരത്താണ്ടേയൊക്കെ രാവിലെ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒരു പറാത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവിൻ്റെ കൂടെ സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ മല്ലിയില അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ കൂടെ ക്വാണ്ടിറ്റി ആയിട്ട് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലിക്വിഡ് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറച്ച് ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലിക്വിഡ് പറാത്ത കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗോതമ്പ് പൗഡറും അതുപോലെ തന്നെ പാലും ബട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ
വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഡിന്നറിന് കൂടെ ഇത് തയ്യാറാക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഗോതമ്പ് പൗഡർ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ലിക്വിഡ് പറാത്ത. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക.